ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ എൻ്റെ ലൈവൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ലൈവിൽ എന്തോ സംതിങ് പ്രോബ്ലം ലാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മലേഷ്യ കാരണം കുറച്ച് നേരം കൊണ്ടേ ഇങ്ങനെ വേറെ കമൻറ്റ് വന്നില്ല. വന്ന കമൻറ്റ് ഇങ്ങനെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുക, വേറെ ഒരാളുടെയും കമൻറ്റ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ക്ലോസ് ആക്കി. അപ്പോൾ മലേഷ്യ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു വേറെ വീഡിയോയിൽ. ചേച്ചി പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, കമൻസും വരുന്നുണ്ട്, പക്ഷേ ചേച്ചി അതൊന്നും കാണുന്നില്ലെന്ന്. അതെന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, അതെന്തോ കാരണമാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആരുടെയും കമൻറ്റ് കാണുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് ആക്കിയത് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോയാണ്. കാരണം 2 ദിവസം ഇച്ചിരി എഴുത്തുള്ളതായിരുന്നു. ഇച്ചിരി അച്ചാറിൻ്റെയൊക്കെ പരിപാടി ആയതുകൊണ്ട് അന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിക്കൂട്ടി നിൽക്കാന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് അങ്ങനെ കുറച്ച് വീഡിയോയെ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ ഇന്ന് ഇടുക കേട്ടോ. അപ്പം താല്പര്യമുള്ളവരൊക്കെ കാണേ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്ന് രാവിലെ പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം പച്ചക്കറികളൊന്നുമില്ല, സവാള മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പം ചായയൊക്കെ തിളയ്ക്കുന്നുണ്ട്. കൊച്ചിന് കൊടുക്കാനുള്ളതൊക്കെ, കൊച്ചിനും പൊള്ളും കൊടുക്കാനുള്ളത് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ചായ റെഡിയാവുന്നു. പാസ്ത ഞാനവിടെ ഇഡലി പാത്രത്തിൽ, കാരണം വലിയ പാത്രം അതായിരുന്നു, അതിൻ്റെ അകത്ത് വെള്ളം തിളച്ചിട്ട് പാസ്ത ഇട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ തിളച്ച് കഴിഞ്ഞിട്ടേ ഇതൊന്ന് ഓഫാക്കിയിടും, ഒന്ന് അടച്ച് വെക്കും. എന്നിട്ട് ഇച്ചിരി നേരം അത് സ്റ്റീമിലിരുന്നൊന്ന് വെന്ത് വരും. എന്നിട്ട് അത് വെന്തെന്നറിയുമ്പോൾ അത് പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നോർമൽ വാട്ടർ അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കട്ടെ. പച്ചക്കറികളൊക്കെ എല്ലാം കാബേജ് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നൊന്നും ഇല്ലായിരുന്നു, സവാള മാത്രമേ ഉള്ളായിരുന്നു. രാവിലെ എന്നും ഈ ടിഫിൻ എന്താ കൊടുത്തു വിടുന്നതെന്നുള്ളൊരു വലിയ ടാസ്ക്കാണ്. കഴിഞ്ഞ ദിവസം മീനു എന്നോട് വാട്സപ്പിൽ പറയുമായിരുന്നു, ചേച്ചി എന്നും രാവിലെ ഓരോ ടിഫിൻ കൊടുത്തു വിടുന്നത്. ഇപ്പം നമ്മളെന്നും ദോശയോ ഇഡലിയോ വല്ലതും കൊടുത്തു വിട്ടാൽ, ഞാൻ ദോശ അങ്ങനെ കൊടുത്തു വിടാറില്ല, ഇഡലി ഇങ്ങനെ മസാല ഇഡലി വല്ലതും കൊടുത്തു വിട്ടാൽ അത് കുഴപ്പം. ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടം, പക്ഷേ എന്നും ഇതും എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരിതാണ്. അപ്പോൾ ഞാൻ പൊടികളെല്ലാം ഇച്ചിരി ഇട്ടിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇച്ചിരി മയോണൈസ് ഒഴിച്ചിട്ട് പാസ്ത ഇട്ടിട്ട് ഓരോ ദിവസവും ഓരോ ടേസ്റ്റായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചില സമയത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് ഇത്തിരി കുറവാണെങ്കിൽ അങ്ങനെ, പക്ഷെ പോളെല്ലാം കറക്റ്റായിട്ട് പറയും. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി, എനിക്കിതിന് ഇച്ചിരി കുരുമുളക് പൊടി മുന്നോട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇത്രയും ടൊമാറ്റോ സോസെല്ലാം ഒഴിച്ചത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ മസാല ഒന്ന് ലൂസാക്കിയായിരുന്നേ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, പ്രീസമോൻ എന്നോട് പറഞ്ഞു, മമ്മി നെക്സ്റ്റ് വെനസ്ഡേ അവർക്ക് അന്നാ ക്യാൻറ്റീൻ ഡേ. ആ വെനസ്ഡേ ദിവസം ഇവർക്ക് ഔട്ട്ഡോർ ഗെയിമുണ്ട്. അപ്പം ഈ വെളിയിൽ വരുന്ന സമയത്ത് ഈ ക്യാൻറ്റീൻ്റെ അവിടുത്തെ സ്മെല്ല് കേൾക്കുമ്പോൾ പറയും എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേ തരാമെന്ന്. അങ്ങനെ തലേന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ ഞാൻ പറഞ്ഞിടാ, നിനക്ക് നാളെ ക്യാൻറ്റീൻ ഡേക്ക് പൈസ തന്നാൽ മതി, അതനുസരിച്ച് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവന് തയ്യാറാക്കിയാൽ മതിയല്ലേ. നേരം വെളുത്ത് എണീറ്റിട്ട് ഞാൻ പറഞ്ഞ്, മോനെ പപ്പ പൈസ തരും, അന്നേരം എനിക്ക് വേണ്ട, എനിക്ക് ഇവിടുന്ന് തന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞോടെ ചെറുക്കാൻ ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ജാമും കൂടെ ഉണ്ടാക്കി ഞാൻ കൊടുത്തു വിട്ട്. ഇതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല ചില സമയത്ത് എന്തൊക്കെയാണ് ഇതിന്. അപ്പോൾ ഇന്ന് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ഇന്നാളെ ഞാൻ വാങ്ങിച്ചില്ലേ പൊന്തങ്ക, ഈ കറുക്ക, അതും ഉരുളൻകിഴങ്ങും കൂടെ, ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള മെഴുക്ക് പുരട്ടിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനതൊന്ന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉപ്പി പറ്റിക്കുകയെന്ന് വെച്ചാൽ ആ വെള്ളവും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അത് കുറച്ചൊന്ന് വേവിച്ചെടുത്ത്, എന്നിട്ട് പിന്നെ പാനിൻ്റെ അകത്ത് ഇങ്ങനെ ഓയിലൊഴിച്ച് മുളക് പൊടിയും ചേർത്ത്
അതൊന്ന് മൂപ്പിച്ചെടുക്കും. ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും നല്ലതാണ്, ചോറിനും നല്ലതാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഇടയ്ക്ക് അച്ചാറുണ്ടാക്കണമായിരുന്നു. അപ്പം പിള്ളേരൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ സാവകാശം നമുക്ക് ഇപ്പം കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവരുള്ളപ്പോഴും ഇവരുടെ കൂടെ പുറകെ പോകുമ്പോഴുള്ള നമ്മുടെ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി ചിക്കൻ അച്ചാറായിരുന്നു. അതിന് മസാലയൊക്കെ പുരട്ടി വെച്ച് അതിന് ഇച്ചിരി ഞാൻ കുറേശ്ശെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊന്ന് വറുത്തും എടുക്കുന്നുണ്ട്. ഈ മെഴുക്കുവരട്ടി ഇപ്പുറത്തിരിപ്പുണ്ട്, ചിക്കൻ്റെ അപ്പുറത്ത് വറക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെഴുക്ക് പുരട്ടിയൊക്കെ എൻ്റെ ആയി. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് പറ്റിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കിയാൽ മതിയായിരുന്നു. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പയർ തോരൻ വെക്കണമായിരുന്നു. ഞാനപ്പോൾ പയറിൻ്റെ അകത്ത് തന്നെ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും എല്ലാം ഞെവിടിയിട്ട് ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇത് ഇട്ട് ഉണ്ടാക്കി. ഇങ്ങനെ നന്നായിട്ട് ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ അച്ചാർ പരിപാടി ഇട്ടാണ് ഞാൻ തലയിൽ ഇതൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുക. എനിക്ക് ക്യാപ്പുണ്ട്. ക്യാപ്പ് ഇടാൻ എനിക്കൊരു ചില സമയത്ത് എനിക്ക് ഈ ചെവിയുടെ അവിടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒരു വല്ലാതെ ഇതാവും. അപ്പം ഞാൻ തുണിയും കൂടെ വിരിച്ചിട്ട് എല്ലാം ഞാൻ വറുത്തെടുത്തു. പിന്നെ ഇനി അടുത്ത പരിപാടി ഇതെല്ലാം കഴിഞ്ഞ് തുണിയും കൂടെ വിരിച്ചിട്ടിട്ട് ചെയ്യാമെന്ന് വെച്ച്. ചിലപ്പോൾ ഞാൻ ക്യാപ്പിടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് കൂടുതലും ബാക്കി ഇങ്ങനെ കെട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. പിന്നെ ഇനിയും പിറ്റേ ദിവസത്തേക്ക് കാണിക്കുന്നത്. അപ്പം ഞാൻ അച്ചാർ ഇട്ടതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ പിറ്റേന്നത്തേക്കിന് ഞാനിങ്ങനെ മാവ് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഞാനിപ്പം ചെയ്യാറുള്ളത് പോലെ കുറച്ച് മാവെടുത്ത് മാറ്റിയിട്ട് 2-3 സ്പൂൺ മാവ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ റാഗിയുടെ പൗഡർ കൂടെ പഞ്ഞിപ്പുല്ലിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വേറെ വെച്ചിട്ടുണ്ട് ദോശ ഇഡലി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇവർക്ക് ഞാൻ മസാല ഇഡലിയായിട്ടല്ല ഉണ്ടാക്കുന്നത്, വേറെ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ റാഗി ചേർത്ത മാവ് ഞാനൊന്ന് കലക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഇഡലിയല്ല ഉണ്ടാക്കുന്നത്, വലിയ ഇഡലി തന്നെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്തുവാണെന്ന്. പക്ഷേ ഇത് മസാല ഇഡലിയേക്കായി അവൻ ഇഷ്ടപ്പെട്ടത് ഇതാ. അവൻ ഇന്നലെ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, മമ്മി മസാല ഇഡലി മുഴുവനുള്ള ഇഡലി ഉണ്ടാക്കാതെ മമ്മി ഇങ്ങനെ പീസാക്കിയിട്ട് ഇന്നാൾ ചെയ്തതുപോലെ ചെയ്യാൻ. പക്ഷേ ഞാൻ അതുപോലല്ല ഇന്ന് ചെയ്തത്. ഇന്ന് വേറൊരു രീതിയിലാണ് ചെയ്തത്. അതുപോലൊക്കെ തന്നെ, എന്നാലും ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ സവാള മാത്രമേ ഞാൻ എടുത്തുള്ളൂ. സവാള എന്ന് പറയുന്നത് നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ നമ്മൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ അരിയുമല്ലോ, അതുപോലെ രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ഇച്ചിരി വലിയ പീസായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി വാട്സപ്പിലാണ് വന്നത്, ചേച്ചി ഏത് അരിയാണ് യൂസ് ചെയ്യുന്നത്. ആ സബ്സ്ക്രൈബറും മുംബൈയിലുള്ളതാണ്. പക്ഷേ കിട്ടുന്ന അരി നല്ലതല്ല, പശപ്പൻ അരിയാണ്. ഞാനും വാങ്ങിക്കാറുള്ളത്. എനിക്കിതെങ്ങനെ തപ്പി നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് പച്ചരി പല വെറൈറ്റി കിട്ടും. ഇവിടെ പച്ചരി എന്ന് പറയുന്നത് ഈ കോളം അങ്ങനെയൊക്കെയുള്ള അധികമൊന്നും അങ്ങനെ പച്ചരി അങ്ങനെ ശരിക്ക് കിട്ടാറില്ല. ഞാൻ അപ്പം നോക്കി കിട്ടുകയാണ് എനിക്ക് കണി റൈസ് എന്നും പറഞ്ഞ് കിട്ടി. അത് പൊടിയരി പോലെ ഇരിക്കും. അതാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇഡലി ഞാൻ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങനെ ഒന്ന് 2 എണ്ണം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാനത് വിരലും കൊണ്ട് അമക്കി നോക്കും അത് വെന്തോന്ന്. അതാ പ്രസ് ചെയ്ത് നോക്കുമ്പോഴും അതാ ആ പാടങ്ങനെ വന്നത്. അപ്പം ഞാൻ ആ ഇഡലി ഒരു 4 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇഡലി കണ്ടല്ലേ, ഞാൻ പറയാം. എന്നാലും എൻ്റെ അടുത്ത് മെഷർമെൻറ്റും ചോദിച്ചു. ഞാൻ 2 കപ്പ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, 2 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അര കപ്പ് ചോറല്ലെങ്കിൽ അവൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. കാരണം ഞാൻ മാറ്റാറേ ഇല്ല ഈ റൈസ്. ഈ റൈസാണ് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കടകളിൽ മാറി കിട്ടുന്ന റൈസ് ആകുമ്പോഴല്ലേ നമുക്ക് ഈ പശപ്പനും അങ്ങനെയൊക്കെ പറ്റുന്നത്. ഞാൻ കടായി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഈ സവാള ഇട്ടൊന്ന് വാട്ടിയെടുത്തായിരുന്നു. അതൊന്ന് മുക്കാലും ഒന്ന് വാടി വന്നാണ് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസേ ഒഴിച്ചിട്ടുള്ളൂ. ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല.
എന്നിട്ട് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി അത് ഒഴിച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് ഇഡലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാതെ ആദ്യം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. കുടഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കിയെടുക്കുമായിരുന്നേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പോൾ പറഞ്ഞ് കൂടുള്ള കൂട്ടുകാരെല്ലാം എടുത്ത് കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞെന്ന്. കാരണം അധികം സോയാ സോസും അങ്ങ് ആയില്ല, ടൊമാറ്റോ സോസും എല്ലാം ആവശ്യത്തിന്. ആ പഞ്ചസാരയും കൂടെ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടിഫിനൊക്കെ റെഡിയായി. അപ്പം നോർമൽ ഇത് ഇഡലി കഴിക്കാനായിട്ട് ഞാൻ ചമ്മന്തി അരച്ചായിരുന്നു. അപ്പോൾ ഇവരുടെ ടിഫിനെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ അതിനൂടെ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി കടലപ്പരിപ്പ്, ഇന്ന് ഇച്ചിരി കപ്പലണ്ടിയും കൂടെ ഞാൻ അരച്ച്, കപ്പലണ്ടി തൊലി കളഞ്ഞിട്ടേ വറുത്ത കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടിയാണല്ലോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വറുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അതുകൂടെ ഒരു 10 എണ്ണം അരച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിക്ക് ഞാൻ കടുകൂടെ വറുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചായ അവർക്ക് കൊടുത്തായിരുന്നു. ഇനി എനിക്ക് കൂടെ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് ആദ്യം ചിന്തിച്ചാൽ, പിന്നെ ചിന്തിച്ചോ ഇഡലി ആവട്ടെന്ന്. റാഗി കൊണ്ടുള്ള ഇഡലിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് ഇച്ചിരി ചുമ കൂടുതലുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റക്കറിയിൽ അങ്ങ് നിൽക്കാമെന്ന് വെച്ച് ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചിട്ട് ചപ്പാത്തി, എനിക്കാണെങ്കിലും വിശപ്പും ഇല്ല ദാഹവും ഇല്ല. കാരണം ഈ ചുമച്ച് നമുക്കങ്ങ് ഒരു വല്ലാത്ത സിറ്റുവേഷനായി. എങ്ങനെയും ഒന്ന് കിടന്നാൽ മതിയെന്ന്. കാരണം നമ്മൾ ഈ മരുന്നൊക്കെ കുടിക്കുന്നുണ്ടേ അതിനൊരിത്തിരി മയക്കമൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്ന് കിടന്നാൽ മതിയെന്ന്. അപ്പോൾ എന്ത് വന്നാലും ഉച്ചയ്ക്ക് ഇതുങ്ങളൊക്കെ വരത്തില്ലേ, ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ചപ്പാത്തിയും കൂടെ അധികം വാങ്ങിച്ചിട്ട് ഇച്ചിരി ഒന്ന് നൂരുമ്പം വൈകിട്ട് എന്തെങ്കിലും ഒരു ചമ്മന്തിയോ മുട്ടയൊക്കെ, അതാ ഇവിടെ പരിപാടി. വയ്യാത്തപ്പോൾ ഇവിടെ ഉള്ള മെനു ആണ് വൈകിട്ട് ചമ്മന്തി മുട്ട ഇങ്ങനെ. അപ്പം ഞാനൊരു മുട്ടക്കറിയാണ് വെക്കുന്നത്, ചുമന്ന കറി അല്ലാതെ മഞ്ഞക്കറി. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇത്തിരി വെളുത്തുള്ളിയും ചെറിയ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ അങ്ങ് ചേർത്തിട്ടുണ്ട്. സവാള എല്ലാം കൂടെ ഇട്ട് വഴറ്റി ഈ മുട്ടക്കറി ആകുമ്പം പിന്നെ ഇവർ സന്തോഷത്തിൽ വൈകിട്ടാണെങ്കിലും ചപ്പാത്തി അങ്ങ് കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ വൈകിട്ട് ഞാൻ ഈ ദിവസം വൈകിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് റെഡി ആയതുകൊണ്ട് ഞാൻ ചമ്മന്തിയാക്കി അരച്ച് ചോറ് വേണ്ടി ഡാഡിക്ക് ഇച്ചിരി ചോറ് വേണമല്ലേ, ചോറും മുട്ടയും പിന്നെ ഇച്ചിരി അച്ചാറുണ്ടായിരുന്നു, അതുകൂടെ കൂട്ടിയാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് അന്നേരം കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഈ മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കണമെന്നില്ല. അപ്പോൾ ആ മുട്ട ഞാൻ എനിക്ക് അതിൻ്റെ അകത്ത് മുട്ട എടുത്ത് ഞാൻ കഴിച്ചു. എന്നിട്ട് വൈകിട്ട് ഞാൻ ഈ കോഫി ഉണ്ടാക്കിയിട്ടേ ചപ്പാത്തി 2 എണ്ണം ഇങ്ങനെ ചുരുട്ടി അതിലിങ്ങനെ മുക്കിയാണ് കഴിച്ചത്. കാരണം കറി കൂട്ടിയൊന്നും കഴിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം മെഡിസിൻ എടുക്കണ്ടേ അതുകൊണ്ട്. പക്ഷേ മുട്ട എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉരുളൻകിഴങ്ങാണെങ്കിൽ 2-3 ഉരുളൻകിഴങ്ങ് ഒന്ന് കുക്കറിൽ, ഉരുളൻകിഴങ്ങും മുട്ടയും കൂടെ ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്ത്. അപ്പം മുട്ടയും നമുക്ക് റെഡിയായി കിട്ടി, ഉരുളൻകിഴങ്ങും റെഡിയായി കിട്ടി. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇത് ഇട്ടിട്ട് മല്ലിപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ, ഗരം മസാലയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി. എന്നിട്ട് തേങ്ങ അരച്ച് തേങ്ങയ്ക്കകത്ത് ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകവും 2 ഏലക്കയും അരച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത്. ഈ കറി പിന്നെ പിറ്റേന്നത്തേക്കൂടെ എനിക്കുണ്ടായിരുന്നു. കാരണം ഇച്ചിരി കൂടുതൽ ഉച്ചയ്ക്ക് മാത്രമല്ല ഇവർ കഴിച്ചുള്ളൂ. പിന്നെ വൈകിട്ട് പ്രൈസിന് ചമ്മന്തി ഇതും ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് അവൻ വൈകിട്ടും ഈ കറി കൂട്ടി ചപ്പാത്തിയാണ് കഴിച്ചത്. പക്ഷേ പോൾമോന് ഈ ചമ്മന്തി മുട്ട ഇതൊക്കെ ആകുമ്പോൾ അവൻ അങ്ങനെയുള്ള ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ അവരെല്ലാം അതാണ് കഴിച്ചത്. അതുകൊണ്ട് കറി ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിറ്റേന്ന് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണ്ടായിരുന്നു. കാരണം ഈ അടുക്കളയിൽ നിന്ന് മസാല അടിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് തൊണ്ടയൊക്കെ കുത്തി ചുമയ്ക്കും. ആ സമയത്ത് എങ്ങനെയും ഒന്നിച്ചിരുന്ന് കിടന്നാൽ മതിയെന്ന്. ഉറങ്ങത്തില്ല, പക്ഷേ നമുക്കൊന്ന് കിടക്കണമെന്നൊരു തോന്നും. പക്ഷേ എന്നാലും എനിക്ക് സമാധാനമില്ല, ഒന്ന് കിടക്കും ഉടനെ ചാടി എണീറ്റ് എന്തെങ്കിലും ചെയ്യാനായിട്ട് എണീക്കും. അങ്ങനെയുള്ള പരിപാടിയാണ്. അതേസമയം റേച്ചാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് റേച്ചാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊരു അസുഖമാണെങ്കിലേ മനസ്സിന് എനിക്കൊരു സമാധാനവും ഞാനൊന്ന് കൂളായിട്ട് ഇവിടെ കിടക്കും. അപ്പോൾ ഞാൻ റേച്ചാൻ തുറന്ന് റേച്ചാ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുക റേച്ചാ, റേച്ചാനുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സിന് എന്തോ ഒരു സമാധാനമാണെന്ന് പറയും. ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ മുട്ടങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇനി ഒരു ക്ലിപ്പ് ഇടുന്നുണ്ട്, പ്രൈസംബോൻ ഇരുന്ന് തബല അടിക്കുന്നത്. ഇന്നത്തെ അല്ല, വേറൊരു ദിവസത്തെയാണ്. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവനങ്ങ് ചിരിയും വരും. അവൻ കുറേ നേരം കൊണ്ടേ ഇരുന്ന് ചെയ്യുക, തബല ചെയ്യുക. പക്ഷേ അന്നേരം ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ അവൻ എന്നെ കാണും ആ രീതിയിൽ. അതുകൊണ്ട് അവൻ എന്നെ കണ്ടതുകൊണ്ട് അവനങ്ങ് ചിരിയും വരുക.
ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.